أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 3 വർഷമായി നമ്മളെല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഓൺലൈനിൽ നടത്തിയിരുന്ന ഖത്തറിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിച്ചിരുന്ന തജ്വീദ് ക്ലാസ് ഇപ്പോൾ നമ്മൾ ഖത്തറിലായതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഓഫ്ലൈനിൽ കൂടാറുണ്ട്. ഇന്ന് അൽക്കോറിൽ താമസിക്കുന്ന ഷംഷാദ് ആണ് ഇന്നത്തെ ഹോസ്റ്റ്. അവരുടെ സ്കൂളിൽ വെച്ചാണ് ഇന്ന് നമ്മൾ സംഗമിക്കുന്നത്. പോകുന്ന വഴി നമുക്കിവിടെ കാറിൽ നിന്ന് കാണാം. ഇതാണ് നമ്മുടെ സ്കൂള്. എല്ലാവരും ഓതുന്ന സമയത്ത് എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഖത്തർ എനർജി, ഖത്തർ റൈസ്, അഷ്ഹാൽ, അതുപോലെ ഖത്തർ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ബേസിക്കലി ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊന്നും വളരെ ആഴത്തിൽ ഖുർആൻ പാരായണമൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളാണ്. പക്ഷേ ഇത്രയും മുതിർന്ന ആളുകളായിട്ടും കുട്ടികളെ പോലെ നമ്മുടെ മുമ്പിൽ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അമ്മ ജുസ് മുഴുവൻ നമ്മളിങ്ങനെ ഓതി കാണാതെ പഠിച്ചൊക്കെ തീർത്തു. പിന്നീട് പല സൂറത്തുകളും, സൂറത്തുൽ കഹ്ഫും സൂറത്തുൽ റഹ്മാനും സൂറത്തുൽ യാസീനും ഒക്കെ പഠിച്ച് ഇപ്പോൾ സൂറത്തുൽ മുൽക്കാണ് നമ്മൾ മുഖം കുത്തി ഇങ്ങനെ നടക്കുകയാണ്. അയാളാണോ അഹ്ദ, ശരിക്ക് സന്മാർഗത്തിലുള്ളത്? അതല്ല ശരിക്ക് മര്യാദക്ക് നേരെ നടക്കുക, നേരായ വഴിയിലൂടെ ശരിക്ക് നടക്കുക. ഇതിൽ ആരാണ് ശരിക്ക് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളത്? കോമൺ സെൻസ് തട്ടി ഉണർത്തുന്ന ചോദ്യമാണ്. തിരിച്ച് പോകുന്ന വഴി നമ്മൾ പേൾഖത്തറിലെ തുർക്കി പള്ളിയിലാണ് ജുമാ നമസ്കരിക്കാനായി കയറിയത്. ഈ പള്ളി അതിൻ്റെ നിർമ്മാണം കൊണ്ട്, അലങ്കാരം കൊണ്ടൊക്കെ വളരെ ആകർഷിക്കുന്നതായിട്ട് തോന്നി. മനസ്സിന് വലിയ കുളിർമ നൽകുന്ന, എന്നാൽ എനിക്കൊരു പ്രത്യേകതയായി തോന്നിയത് ഇവിടെയുള്ള തണുപ്പും ശബ്ദവും ഒരു മിതമായ രൂപത്തിൽ, വലിയ ശബ്ദത്തിലല്ല, നമുക്ക് സാവധാനം പിന്തുടരാൻ പറ്റുന്ന രൂപത്തിലുള്ള ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണവും ഒരു പാകത്തിലുള്ള തണുപ്പുമൊക്കെയാണ് ഈ പള്ളിക്കകത്ത് അനുഭവപ്പെട്ടത്. തുർക്കിയിലെ ഹഗിയ സോഫിയ മസ്ജിദിൻ്റെ ഒരു മിനി പതിപ്പായിട്ടാണ് ഇതിൻ്റെ അലങ്കാരം, ഇതിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ ഈ ക്ലാസ്. ചിലപ്പോൾ ഓൺലൈനായും ഇടയ്ക്കിപ്പോൾ ഓഫ്ലൈനായും ഒക്കെ നടക്കുന്നത്. ഇതിൽ ഖത്തറിലുള്ള ആളുകൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടുക.